സുഹൃത്തുക്കളെ, ഞാൻ ഒരു 12 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് രാജബമ്പാലയും ഞാനും പിന്നെ മണിക്കുട്ടിയും. അപ്പോൾ ഇത് സംഭവം ആണ്, കഥയല്ല, സംഭവമാണ്, നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ടൗണിനടുത്താണെങ്കിലും, ടൗണിനോട് ചേർന്ന ഭാഗമാണെങ്കിലും, പക്ഷെ അന്ന് ഇത്ര വികസനങ്ങളൊന്നും വന്നിട്ടില്ല. വീടിൻ്റെ തൊട്ട് പുറകിൽ ചെറിയൊരു തോട് പോകുന്നുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് വയലായിരുന്നു. ആ ഭാഗം മൊത്തം കുട്ടനാട് പോലെ വയൽ ആയിരുന്നു. അപ്പോൾ ഈ വയലിൽ ഇങ്ങനെ നെല്ല് ഞാറ് നടുന്നതും കള പറിക്കുന്നതും കൊയ്യുന്നതും കറ്റയടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ നല്ല കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇങ്ങനെ രാത്രിയിൽ തവളപിടുത്തക്കാരൊക്കെ ഇങ്ങനെ ഈ പെട്രോൾ മാക്സ് എന്ന് പറയുന്ന ഒരു വെട്ടവും കൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് അതുപോലെ തന്നെ താറാവിനെ തീറ്റാനായിട്ടിങ്ങനെ ആൾക്കാർ ഒരു കൂട്ടം താറാവുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന, അപ്പോൾ അത് ഈ വയൽ വരമ്പിലൂടെയും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ശബ്ദവും ഈ തവളപിടുത്തക്കാരുടെ ചാക്കിനകത്ത് ഒരു തവളെ പിടിച്ച് ഇട്ടിട്ട് ഈ തവളകൾ ഇങ്ങനെ കിടന്ന് കരയുന്ന ഒരു ശബ്ദവും ഇതെല്ലാം കൂടി ഇങ്ങനെ രാത്രിയിൽ അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഈ വയലെല്ലാം പിന്നീട് കൃഷിയില്ലാതായി. അതിങ്ങനെ കാട് കയറി കിടക്കുകയും പിന്നീട് ഞങ്ങളുടെ ആ വയലെല്ലാം കാട് കയറി കിടക്കുക. അത് കാടെന്ന് പറഞ്ഞാൽ ചേമ്പ്, ഈ കാട്ടുചേമ്പ് കയറി നിറഞ്ഞ് കിടക്കുന്ന പിന്നെ ആരും അവിടെ കൃഷിയോ അങ്ങനെ ഉള്ളതൊന്നുമില്ല, കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ അതിന് ആ വയലിലൂടെ സ്ഥലത്തോട്ട് പോകാനുള്ള ആൾക്കാർ പോകുന്നു എന്നല്ലാതെ അവിടെ വേറൊരു കാര്യങ്ങളും നടക്കാതെ അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ കിടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ വീടിനോട് ചേർന്ന്, വീട് റോഡിൻ്റെ സൈഡിലാണ്, അപ്പോൾ വീടിനോട് ചേർന്ന് ഞാനൊരു ചെറിയ കട ഇട്ടിട്ട് കടയിലിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് കാണും. അപ്പോൾ നമ്മുടെ ഈ തോടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, തോട്, ആ ചേമ്പുംകാട്, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പാമ്പുകളൊക്കെ വരും. എന്നാലും അതൊന്നും വലിയ ശല്യം, ഇങ്ങനെ ചേരയും അതൊക്കെ ഇങ്ങനെ, നീർക്കോലിയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ ചേരയൊക്കെ ഇങ്ങനെ നമ്മുടെ പറമ്പിലൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. നമ്മൾ സർവ്വസാധാരണമായി കാണും. നമ്മളതിനെ ഒന്നും ഉപദ്രവിക്കാനോ അതതിൻ്റെ പാട്ടിന് പോകും. പിന്നെ കാണുന്നത് ചിലപ്പം പരിസരത്തൊക്കെ വന്ന് നിൽക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഓടിച്ച് കളയും എന്നുള്ളതേ ഉള്ളൂ. കൊല്ലാറൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് വീട്ടിനകത്തൊക്കെ വന്ന് കയറി അതിനെടുത്ത് കളയാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ മാത്രമേ നമ്മളതിനെ കൊന്നിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കടയിലിങ്ങനെ വൈകുന്നേരം ഇരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു പൂച്ച ഉണ്ടായിരുന്നു, ഒരു കറുപ്പും വെള്ളയുള്ളൊരു പെൺപൂച്ചയാണ്. അവൾക്ക് നമ്മൾ മണിക്കുട്ടി എന്ന് വിളിക്കും, കറുത്തമ്മയെന്നും വിളിക്കുമായിരുന്നു. അവളിങ്ങനെ അപ്പോൾ ഞാൻ കടലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ശബ്ദം കേൾക്കുന്നു. ഈ വീട്ടിൻ്റെ എവിടുന്നോ ഒരു ശബ്ദം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് തന്നെ അപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഈ ടയറിൻ്റെയൊക്കെ നടക്കുന്ന, കാറ്റടിക്കുകയോ അങ്ങനെയൊക്കെയുള്ള വല്ല കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ പൂച്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നുണ്ട്, ഇടയ്ക്ക് ചാടുന്നുണ്ട്. ഞാൻ വിചാരിച്ച് വല്ല എലി എങ്ങാനും കണ്ടുകൊണ്ട് അവൾ ചാടുമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഈ ശബ്ദം ഇങ്ങനെ തുടർച്ചയായിട്ട് കേൾക്കുമ്പം എനിക്ക് അവിടെ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് ഞാൻ കടയുടെ ഷട്ടർ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഷട്ടർ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഒരു 10-12 അടി നീളവും അതിനൊത്ത കനവും ഒക്കെയുള്ള ഒരു കറുത്ത് ക്രോസ് വെള്ള പുള്ളികൾ, ഇങ്ങനെ ക്രോസിന് വെള്ളയും പിന്നെ കറുപ്പും ഉള്ള
ഒരു ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ്. പത്തി വിടർത്തി നിൽക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന സൈസുള്ള പത്തി. അതിന് നാക്കിന് നല്ല നീളം, ഇങ്ങനെ നാക്കിൻ്റെ തുമ്പ് രണ്ടായിട്ട് പിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ തീ കത്തുന്ന കണക്ക് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഒന്ന് അപ്സെറ്റായെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ പാമ്പുകളെയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ പൊതുവേ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. നമ്മൾ പാമ്പുകളെയൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഇതൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാരെ ബഹളം കൂട്ടാനോ ആൾക്കാരെ വിളിച്ച് കൂട്ടാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞത് നല്ലൊരു ഇനം പാമ്പാണെന്ന്, രാജവെമ്പാലയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ഈ രാജവെമ്പാലയുടെ പ്രത്യേകത എന്താണെന്നോ അതിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. രാജവെമ്പാലയാണ് ഒരു പാമ്പ്. അതിങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പത്തി പുലർത്തുന്നുണ്ട്, ഇങ്ങനെ ചീറ്റുന്നുണ്ട്. ആ പൂച്ചയുടെ അടുത്തോട്ട് ഇങ്ങനെ ചീറ്റി അതിനെ പേടിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ എന്നെ കണ്ടുകൊണ്ട് അത് ഞാൻ വീടിൻ്റെ ആ സൈഡിനോട് ചേർന്ന് കുറേ ഈ അന്ന് കട പണിഞ്ഞതിൻ്റെ ബാലൻസ് കുറേ തടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ തടിയുടെ ഇടയ്ക്കോട്ട് അതങ്ങ് കയറിയിരുന്നു. അപ്പോൾ ഞാനെന്താന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിനകത്ത് കയറുകയും ജനലുകളും കതവുകളെല്ലാം ബ്ലോക്കാക്കി അടച്ചുകൊണ്ട് ഞാനങ്ങ് വെളിയിറങ്ങിയിട്ട് ഭയങ്കര നീളമുള്ളൊരു പട്ടിയിലുണ്ടായിരുന്നു. ആ പട്ടിയിലെടുത്ത് വെച്ച് ദൂരെ നിന്നിട്ട് ഈ തടി ഇങ്ങനെ മാറ്റി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി മാറ്റി അതിനെ ഇളക്കിയിട്ട് ഈ പട്ടിയിൽ വെച്ച് അതിനെ ഇങ്ങനെ തട്ടി ഇങ്ങനെ ഒരു ചലിപ്പിച്ചപ്പം അത് പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് മണലും ഒക്കെ പണി കഴിഞ്ഞതിൻ്റെ കുറേ സാധനങ്ങളിങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് കയറി അങ്ങിരുന്നു. ഇപ്പോഴത്തെ ഞാൻ പതുക്കെ ഈ പട്ടികളും കൊണ്ട് ദൂരെ നിന്നോട്ട് ഇങ്ങനെ തട്ടി അത് പിന്നെ നമ്മൾ പറമ്പിലോട്ട് പോകാത്ത രീതിയിൽ ഈ പട്ടികൾ കൊണ്ട് തട്ടിയിട്ട് അതിനെ തിരിച്ച് ഇങ്ങോട്ട് വിടുന്ന ഡയറക്ഷൻ, ഇങ്ങനെ തിരിച്ച് വരാനുള്ള ഡയറക്ഷൻ കൊടുത്തപ്പം വളരെ അതിന് മനസ്സിലായി, കറക്റ്റായിട്ട് അത് മനസ്സിലായി. അത് അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴിഞ്ഞ് ആ വന്ന വഴി കൂടെ തന്നെ അപ്പം ഞാനിങ്ങനെ രണ്ട് സൈഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഒരു അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ ഇങ്ങനെ നടന്ന് എഴിഞ്ഞ് പോയി നമ്മുടെ വീടിൻ്റെ കറക്റ്റായിട്ട് വീടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ എഴിഞ്ഞ് അത് തോട്ടിലോട്ട് ചെന്ന്. അപ്പം തോട്ടിൽ വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തോട് കടന്ന് അപ്പുറത്തെ ആ ചെമ്മൻകാട്ടിലോട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നീടാണ് നമ്മളിത് രാജവെമ്പാലയെന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുമ്പോൾ, ഇപ്പോൾ അതിനുശേഷമാണ് ബാബ സുരേഷിനെ കുറിച്ചൊക്കെ അതിങ്ങനെ അറിയുകയും അതിലേക്ക് കാര്യങ്ങൾ പറയുന്നത്. ഓരോരോ സംഭവങ്ങൾ പിന്നീടാണ് വരുന്നത്. അപ്പം ഈ ഉഗ്രവിഷമുള്ള പാമ്പാണെന്നും അതിൻ്റെ ഒരു കൊത്തിൽ തന്നെ 20 ആനകളെ കൊല്ലാനുള്ള വിഷം ഇഞ്ചക്റ്റ് ചെയ്യുമെന്നും നമ്മളൊരു ചെറിയൊരു സമയം നമ്മുടെ ശരീരത്തിൽ ഏറ്റി കഴിഞ്ഞാൽ അന്നേരം ബോധം കിട്ടും, മരണം ഉറപ്പാണെന്നും ഒക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് രാജവെമ്പാലയാണെന്നറിയാം, അതിൻ്റെ ഗുണഗണങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് തന്നെ അങ്ങ് നേരിട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജവെമ്പാലയെ സംബന്ധിച്ച് വളരെ സൗമ്യമായിരുന്നു കേട്ടോ. നമ്മൾ 100% കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ്. കാരണം നമ്മളതിനെ ഉപദ്രവിക്കുന്നില്ല, ഞാനും ഉപദ്രവിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തോ വെച്ചാൽ പറഞ്ഞോ, ഞാനങ്ങോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന രീതിയിലുള്ളൊരു സൗമ്യമായ സമീപനമായിരുന്നു അതിൻ്റെ കാരണം അപ്പോൾ എനിക്ക് രാജവെമ്പാല എന്ന് പറയുന്നത് രാജകീയമായ ഒരു പ്രൗഢി തന്നെയാണ്, മാത്രമല്ല സ്വഭാവം കൂടിയാണ്. ഇന്ത്യയിൽ രാജവെമ്പാല എന്ന് പറയുന്ന പാമ്പ് കടിച്ചിട്ട് വളരെ അപൂർവമായിട്ട് ആൾക്കാർ മരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതാണ്ട് 4 പേരെങ്ങാണ്ടാണ് ഇതുവരെ നോക്കിക്കോണം, ഒരു രാജ്യത്ത് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4 പേര് മരിച്ചതായിട്ടാണ്. അതിൽ ഒരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തിരുവനന്തപുരം സൂവിലുള്ള ജീവനക്കാരനാണ്. അദ്ദേഹം അതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരുപക്ഷെ അദ്ദേഹം അത് യാദൃശ്ചികമായിട്ട് അതിൻ്റെ അടുത്തെങ്ങാണ്ട് ചെന്ന് എന്തെങ്കിലും ഇത് പറ്റി സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഒരു ജീവി അല്ലെന്ന് എനിക്ക് മനസ്സിലായി രാജവെമ്പാല എന്ന് പറഞ്ഞത്. അപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്നത് രാജകീയമായ രാജാവ് തന്നെയാണ് കേട്ടോ, പാമ്പുകളുടെ രാജാവ് തന്നെയാണ്. അപ്പോൾ ആ സ്വഭാവത്തിലും അതാണ്, അതിൻ്റെ ആ നടപ്പും എടുപ്പും പേഴ്സണാലിറ്റിയിലും അത് രാജാവ് തന്നെയാണ് എന്ന്
പറഞ്ഞുകൊണ്ട് ഇത് കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എൻ്റെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.